അഫ്ഗാനിസ്ഥാനിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടി നേരിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ചൈനയ്ക്ക് ഒരു നോട്ടമുണ്ട്. അമേരിക്ക എപ്പോഴാണോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തങ്ങളുടെ ട്രൂപ്പുകളെ പിൻവലിച്ചത്, അപ്പോൾ തന്നെ ചൈന അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയതാണ്. പ്രധാനമായും അഫ്ഗാനിസ്ഥാനിലെ $1 ട്രില്യൺ സ്വർണത്തിൻ്റെയും ലിഥിയത്തിൻ്റെയും ആ ഒരു വലിയ ഖനിയിലാണ് ചൈനയുടെ കണ്ണ് എന്ന് പറയുന്നത്. ചൈന അവിടെ തങ്ങളുടെ ജീവനക്കാരെ ഇറക്കി, അല്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാരെ ഇറക്കി വലിയ രീതിയിൽ ഖനനം നടത്തുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. എന്നാൽ ഈ ഖനനം നടത്തുന്ന ചൈനയുടെ സർക്കാരിന് വലിയ തിരിച്ചടി കിട്ടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലെ ഖനിയിൽ ജോലി ചെയ്തിരുന്ന ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവസാനമായി കൊല്ലപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലെ ഖനിയിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പൗരൻ തഖർ പ്രവിശ്യയിലാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. താലോക്കൻ നഗരത്തിലേക്ക് മടങ്ങുകയായിരുന്ന ഇയാളെ അജ്ഞാതരായിട്ടുള്ള ആക്രമികളാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് ചൈനയ്ക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വെടിവയ്പ്പിലൂടെയാണ് ഈ ചൈനീസ് പൗരന്മാർ അവിടെ, ഈ സ്വർണ്ണ ഖനികളിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പൗരന്മാർ അവിടെ കൊല്ലപ്പെടുന്നത്. എന്തായാലും ഒരു പരിഭാഷകൻ മറ്റൊരു വ്യക്തിയുമായി ഈ ചൈനീസ് പൗരനെ അനുഗമിച്ചിരുന്നു. അപ്പോഴാണ് വെടിവയ്പ് ഉണ്ടായത്. ഈ വെടിവയ്പിൽ ഈ ചൈനീസ് പൗരൻ കൊല്ലപ്പെടുകയും ബാക്കി 2 പേർ അതിനിടയിൽ കുടുങ്ങുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ചൈനയ്ക്ക് താലിബാനെയാണ് സംശയം ഇതിൽ. പക്ഷേ താലിബാൻ പറയുന്നത് ഞങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തും എന്നാണ്. വലിയൊരു വിരോധാഭാസമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പോലും ചൈനയ്ക്ക് താലിബാന് സംശയമുള്ളപ്പോൾ താലിബാൻ പറയുന്നത് ഞങ്ങൾ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിക്കോളാം, നിങ്ങൾ ഇതിൽ അന്വേഷണം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പോരാത്തതിന് ചൈനയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വലിയ പിരിമുറുക്കമാണ് അവർ നേരിടുന്നത്. ഇത് പാകിസ്ഥാനും താജിക്കിസ്ഥാനും ഇതിനകം ഉയർത്തിയ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ നമുക്കറിയാം ചൈന പാകിസ്ഥാനിൽ ഒന്ന് കൈവച്ചതാണ്. പാകിസ്ഥാനിലെ ഗ്വാദ്വാർ തുറമുഖം, അവിടെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് വരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പാകിസ്ഥാനിൽ കൈവച്ചപ്പോൾ ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതാണ്. കാരണം പാകിസ്ഥാനകത്തുള്ള ആഭ്യന്തര യുദ്ധം, പാകിസ്ഥാന്റെ പിടിവാശി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൈന വലിയ രീതിയിൽ പാകിസ്ഥാന് മുമ്പിൽ മുട്ടുമടക്കിയതാണ്. സാമ്പത്തികമായി ധാരാളം പൈസ പാകിസ്ഥാനിൽ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോലും ചൈന പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ സ്വർണ്ണ ഖനി കുഴിക്കാനായി ചൈന വന്നത്. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ നാൾക്ക് നാൾ ഇന്ത്യയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ സ്വർണ്ണ ഖനിയും ലിഥിയവും കുഴിച്ചെടുക്കുന്ന ആ മേഖലയിൽ ഈ ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയാണ്. താലിബാൻ സുരക്ഷാ സേന ഈ സംഭവ സ്ഥലത്തെത്തി പൂർണ്ണമായി പരിശോധന നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അക്രമികൾക്കായി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ താലിബാൻ അറിയാതെ ഏത് അജ്ഞാതനാണ് അവിടെ വെടിവെക്കുന്നത് എന്നാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അങ്ങനെയാണ് അവിടെ ചൈനീസ് പൗരന്മാരെല്ലാം കൊല്ലപ്പെടുന്നത്. ഒരു വ്യക്തി ചൈനീസ് പൗരനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു, എന്നിട്ട് അയാൾ കടന്നു കളയുകയായിരുന്നു. ഇങ്ങനെയാണ് ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. അയാളുടെ മുഖം പോലും അറിയില്ല, കാരണം അയാൾ അജ്ഞാതനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആക്രമണത്തിൽ 4 ചൈനീസ് പൗരന്മാർ പരിക്കേറ്റിട്ടുണ്ട്. താജിക്കിസ്ഥാനിലെയും സ്വർണ്ണ ഖനിയിൽ ഈ ചൈനയുടെ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ആ പൗരന്മാരെയാണ് അഫ്ഗാനിസ്ഥാനിലേക്കും ചൈന റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ തലവേദനയായി ചൈനയ്ക്ക് ഇത് മാറിയിരിക്കുകയാണ്. താജിക്കിസ്ഥാനിൽ ചൈന സൈനിക താവളം കൂടെ സ്ഥാപിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വലിയ രീതിയിൽ പിൻവാങ്ങിയതോടുകൂടി ചൈന സ്വാധീനം അവിടെ വർദ്ധിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അംബാസഡറെ ചൈന അംഗീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എണ്ണ ഖനനം, ലിഥിയം, സ്വർണം തുടങ്ങിയ വിലപിടിപ്പുള്ള ധാതുക്കൾ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലെ വിശാലമായ ധാതു സമ്പത്ത് ചൈന ഖനനം ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. $1 ട്രില്യൺ ഇതിൻ്റെ മൂല്യം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ താലിബാൻ അതിന് അനുവാദം കൊടുത്തത്, ആ സമയത്ത് മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് താലിബാന് ഇതിൻ്റെ വില എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. കാരണം ഒരു മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ഭീകരവാദികളാണ് അവർ എന്നുള്ളത് കൊണ്ടാണ്. അമേരിക്ക അടക്കം അവിടെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അതായത് ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ആയുധങ്ങൾ ഒന്ന് ഉപയോഗിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി താലിബാൻ ഭീകരർക്കില്ല. അങ്ങനെയുള്ളവർക്കാണോ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ വില അറിയാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു. എന്ത് തന്നെയായാലും ചൈന ഇപ്പോൾ താലിബാനെ വളരെ വലിയ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയ്ക്ക് ചെറിയൊരു ഭയവും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.